നിരന്തരം ആ മരച്ചുവട്ടിൽ ധ്യാനനിരതനായിരുന്ന ഗുരുവിനെ അന്വേഷിച്ചു വന്നതായിരുന്നു ആ സമ്പന്നനായ ചെറുപ്പക്കാരൻ. അയാൾ ഇത്തിരി പുച്ഛത്തോടെയാണ് ഗുരുവിനോട് ചോദിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് അങ്ങേക്ക് എന്താ കിട്ടിയത്? ഗുരുവിൻ്റെ ഉത്തരം തിരിച്ചൊരു ചോദ്യമായിരുന്നു, ഇത്രയും നാള് നീ അധ്വാനിച്ചിട്ട് നിനക്കെന്താ കിട്ടിയത്? ഗുരു തന്നെ ഉത്തരം പറയുന്നുണ്ട്, അസ്വസ്ഥമായ മനസ്സും ഇനിയും അവസാനിക്കാത്ത ജീവിതത്തിൻ്റെ അലച്ചിലുകളും. അതല്ലേ നിന്നെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നത്. ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. അവനെ അനുഭവിക്കാൻ വേണ്ടി മറ്റെന്തും മാറ്റിവെക്കാൻ ഞാൻ ഇനിയും തയ്യാറാണ്. അവനെ അനുഭവിക്കാൻ വേണ്ടി എന്തും മാറ്റിവെക്കാൻ ഞാൻ ഇനിയും തയ്യാറാണ്. വചനം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. യജമാനൻ എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടും. എത്ര ജാഗ്രതയുണ്ട് കർത്താവിനെ കിട്ടാൻ വേണ്ടി, ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി. കാറ്റക്കിസവും പരിശുദ്ധ കുർബാനയും അടക്കം മാറ്റിവെച്ചിട്ട് നമ്മൾ ഓടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ജോലി, ഇൻ്റർവ്യൂ, കോഴ്സുകൾ, കോച്ചിങ്. വെല്ലുവിളിക്കാണ് വചനം. വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കുഞ്ഞു കഥയുണ്ടല്ലോ. രാജാവിൻ്റെ ജന്മദിനത്തിന് രാജാവ് കൊടുത്ത വലിയൊരു ഓഫറുണ്ട്. 2 മിനിറ്റ് കൊണ്ട് രാജ്യത്തെ മുഴുവൻ കുഞ്ഞുങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ ഓഫർ. കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്, ഈ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ രാജകൊട്ടാരത്തിലുള്ളത് എന്തും തൊടാം, ഇഷ്ടമുള്ളത് തൊടാം, തൊടുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തം. എല്ലാവരും ഓടി നടന്ന് വിലപിടിപ്പുള്ളതൊക്കെ തൊട്ട് സ്വന്തമാക്കുമ്പോൾ ഒരു കുഞ്ഞു മാത്രം മാറി നിൽക്കുന്നു. അവസാനം സമയം തീരാനുള്ള ഒരിത്തിരി നേരത്തിന് മുൻപ്, സെക്കൻഡുകൾക്ക് മുൻപ് രാജാവ് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്കൊന്നും വേണ്ടേ? ഓടിച്ചെന്ന് രാജാവിനെ തൊടുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകമാണ് 1ാമത്തെ വായന. നല്ല ജ്ഞാനം ലഭിച്ചൊരു കുഞ്ഞ്. അവൻ ചെന്ന് രാജാവിനെ തൊട്ടിട്ട് പറയുന്നുണ്ട്, ഇന്ന് മുതൽ രാജാവ് എനിക്ക് സ്വന്തം. രാജാവ് സ്വന്തമെങ്കിൽ ഈ രാജ്യത്തുള്ളത് എന്തും എനിക്ക് സ്വന്തം. ഈ രാജ്യം മുഴുവൻ എനിക്ക് സ്വന്തം. മറന്നു പോകുന്നത് അതാണ്. ആ കർത്താവിങ്കിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്.